بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين ما بعد. വേദിയിലും സദസ്സിലുമുള്ള സാദാത്യങ്ങളെ, ഉലമാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ധിഷണാഭാവങ്ങളുള്ള മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ അതിൻ്റെ ധീരമായി നേതൃത്വം കൊടുത്ത താജുൽ ഉലമയെക്കുറിച്ച് നാം അല്പം കേട്ടു. താജുൽ ഉലമയുടെ കൂടെ നിഴൽ പോലെ പിന്തുടരുകയും ധിഷണപരമായി കേരള മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ജീവിത സൂചിക ഉയർത്തിക്കൊണ്ടുവരാനും മതത്തിൻ്റെ ആദർശങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായി അവരെ നിലനിർത്താനും വഴികൾ അന്വേഷിക്കുകയും നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും സമാനമായി കൂടെ കൂട്ടാവുന്നവരെയൊക്കെ കൂടെ കൂട്ടി സമൂഹത്തിൻ്റെ ജാഗരണത്തിനും ഉലമ ആക്ടിവിസത്തിനും ധിഷണപരമായി നേതൃത്വം കൊടുത്ത മഹൽ വ്യക്തിത്വമാണ് നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു വനഫഅന ബിഹി ആമീൻ. 1924 ജനിച്ച നൂറുൽ ഉലമ താജുൽ ഉലമയുടെ ജനനത്തിൻ്റെ ഒരു വർഷം കഴിഞ്ഞാണ് ജനിക്കുന്നത്. വഫാത്തായതും താജുൽ ഉലമ വഫാത്തായി കൃത്യം ഒരു വർഷം കഴിയും. അവിടുന്ന് സമസ്ത കേരള ജമിയത്തിലുടമ ഏറ്റവും ഉന്നതമായ അധ്യക്ഷ പദവി താജുൽ ഉലമയ്ക്ക് ശേഷം ഒരു വർഷം അലങ്കരിച്ചു. യാദൃച്ഛികമെങ്കിലും ആ സ്നേഹത്തിൻ്റെ വഴിയിൽ ഒത്തുപോയതിൻ്റെ ഒരു ഭാവമായിരിക്കാം എന്ന് നാം കരുതുകയാണ്. ഉസ്താദിൻ്റെ ജീവിതത്തിലെ ധിഷണാപരമായ മുന്നേറ്റത്തിൻ്റെ ചില ഏടുകൾ നമ്മുടെ യുവ തലമുറക്ക് ഓർത്തെടുക്കുന്നതിന് വേണ്ടി ഹ്രസ്വമായി പരാമർശിക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അക്കാദമിക രംഗത്തെ പ്രമുഖമായ ഒരു സംഭാവനയെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. നമുക്കിന്ന് സുന്നി മാനേജ്മെൻറ്റിന് കീഴിലുള്ള ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ഏതാണ്ട് 400-ലധികം എന്ന് പറയാം. 1984 നമുക്കന്ന് മുസ്ലിം മാനേജ്മെൻറ്റിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ വളരെ കുറവാണ്. ഉള്ള ചിലത് ബിദഈകളുടെ കയ്യിലാണ്. നൂറുൽ ഉലമ ഉസ്താദ് സേവനം നടത്തുന്ന കാസർഗോഡ് ജില്ലയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയ സർക്കാർ തലത്തിലും ഒരു ചിന്മയ മിഷൻ്റെ ഒരു സ്കൂളുമാണ് ആകെ ഉള്ളത്. കേരളത്തിലൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. അവിടെ നിന്നാണ് ഉസ്താദ് നമ്മുടെ മക്കൾ പിന്നിലായിക്കൂടാ എന്ന രീതിയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമുക്ക് തുടങ്ങാം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഓരോ കൈവഴികളും കടമ്പകളും ചുവപ്പ് നാടകളും തരണം ചെയ്യുന്നതിന് കൂടെ സഹായത്തിന് കിട്ടുന്നവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് 1984 സഅദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുകയാണ് കാസർഗോഡ്. അത് വളർന്നു വരുന്നു. 10ാം ക്ലാസ് പരീക്ഷയാകുമ്പോൾ CBSE റെക്കോർഡുകൾ ശരിയാക്കണം. തിരുവനന്തപുരത്തും ഡൽഹിയിലുമായ NOCകളും സർട്ടിഫിക്കറ്റുകളും വേണം. അതിനൊക്കെ കണ്ടെത്താവുന്നവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നേറി ഇന്ന് ആ മഹത്തായ സ്ഥാപനം സഅദിയുടെ സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിക്കുന്നു. 3000-ലധികം കുട്ടികളുണ്ട്. 19ഓളം വാഹനങ്ങളിലാണ് കുട്ടികൾ കൊണ്ടുവരുന്നത് എന്നതല്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് നമുക്ക് മുന്നേറ്റത്തിൻ്റെ ധിഷണാപരമായ മുന്നേറ്റത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒരു വലിയ നീട്ടം മുന്നോട്ട് കുതിക്കാൻ നമ്മുടെ കൂട്ടായ്മക്ക് കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാന്യരായ ഉസ്താദാണ്. അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം വരുന്നത്. പലപ്പോഴും വ്യത്യസ്ത നാടുകളിലേക്കാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. ഈ നാട്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് മറ്റൊരു നാട്ടിലേക്ക്. അങ്ങനെ ആകുമ്പോഴേ ഒന്നുകൂടി പഠനം ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അവർക്ക് താമസിച്ച് പഠിക്കാൻ റെസിഡൻഷ്യൽ ബോർഡിംഗ് സംവിധാനം വേണം.
ആ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും കണ്ണൂർ ജില്ലയിലെ തായിനേരിയിലും കാസർഗോഡ് ജില്ലയിലെ പടന്നയിലും പിന്നീട് സഅദിയുടെ ക്യാമ്പസിലുമെല്ലാം ബോർഡിംഗ് സ്കൂളുകൾ ആരംഭിച്ചു. പിന്നീട് മർക്കസ് സഖാഫ് സുന്നിയുടെ ബോർഡിങ്ങിലൂടെ നാം അത് കൂടുതൽ പരിചയപ്പെടുകയും പിന്നെ മറ്റെല്ലായിടത്തും വേണ്ടതുപോലെ നമുക്കത് വ്യാപിപ്പിക്കാനും കഴിഞ്ഞു. ആദർശ രംഗത്ത് ഉസ്താദിൻ്റെ ദിഷണപരമായ വിശകലനവും വീക്ഷണവും വിമർശനവും നേതൃത്വ പാഠവും ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. 1960കളിൽ കേരളത്തിൽ ഖാദിയാനിസം എന്ന വ്യാജ നബിവാദത്തിൻ്റെ ചില അലയൊളികൾ വന്നു. കണ്ണൂർ ജില്ലയിലും അതുണ്ടായി, കണ്ണൂർ ടൗണിലും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിടെ ഖാദിയാനി ഖണ്ഡനം നടന്നു. അന്ന് നൂറുൽ ഉലമ ഉസ്താദ് അതിന് സജീവമായ പിന്തുണ കൊടുക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വികലവാദങ്ങളുമായി രംഗത്തേക്ക് പലരും കടന്നു വരുന്നത്. ഉസ്താദിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി. അന്വേഷിച്ച് നോക്കുമ്പോൾ ആദ്യമായി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ പെരിന്തൽമണ്ണക്കാരൻ മുഹമ്മദ് അലി, അദ്ദേഹം പാകിസ്ഥാനിൽ പോയി മൗദൂദിയെ ബൈഅത്ത് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിൻ്റെ സാഹിത്യങ്ങളെല്ലാം ഉറുദുവിലാണ്. ഇപ്പോൾ ഉറുദുവിലുള്ള ഖുതുബാത്തും തഫീമാത്തും സിയാസി കശ്മകശും മറ്റുമെല്ലാം വരുത്തി വായിച്ച് പഠിച്ച് ഉസ്താദിൻ്റെ അനർഘളമായ തൂലികയിൽ നിന്ന് ഗ്രന്ഥങ്ങൾ വരാൻ തുടങ്ങി. മൗദൂദി ഖണ്ഡനം എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നെ ജമാഅത്ത് ഇസ്ലാമി വിമർശനം. അതിനാരോ മറുപടി എഴുതിയപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മറുപടിക്ക് മറുപടി എന്ന പേരിലൊക്കെ ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങൾ വരുന്നു. കേരള മുസ്ലിങ്ങളെ അതിനെതിരെ പ്രബുദ്ധരാക്കി. പിന്നീട് വന്ന വികലവാദമാണ് തബ്ലീഗ് ജമാഅത്ത്. ഡൽഹിക്ക് അടുത്ത മേവാത്തിൽ നിന്ന് ഇല്യാസ് എന്ന വ്യക്തി സ്ഥാപിച്ചുണ്ടാക്കിയ ആ ഇല്യാസി തബ്ലീഗിൻ്റെ അലയൊളികൾ കേരളത്തിൽ വന്നപ്പോൾ നൂറുൽ ഉലമ ഉസ്താദ് തളിപ്പറമ്പിൽ സേവനം ചെയ്യുക. അപ്പോൾ അവിടെ പരിസരങ്ങളിലും ഇതിൻ്റെ ആളുകൾ ചിലരൊക്കെ ഉണ്ടായി. അപ്പം അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വരുത്തുകയും വായിക്കുകയും പഠിക്കുകയും അങ്ങനെ വളരെ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ശംസുൽ ഉലമ കുത്തുബി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ കരുതിയിരിക്കുകയും തീരുമാനമെടുക്കുകയും വേണമെന്ന നിർദ്ദേശം വന്നിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉസ്താദിൻ്റെ നമുക്ക് സംയുക്ത കൃതികളിൽ കാണാം ജമാഅത്ത് ഇസ്ലാമി എന്ത്, തബ്ലീഗ് ജമാഅത്ത് എന്ത്, തബ്ലീഗിന് എന്താ കുഴപ്പം. ഇങ്ങനെയുള്ള കൃതികളിലൂടെ കേരള മുസ്ലിങ്ങളെ തബ്ലീഗ് ജമാഅത്തിനെതിരെ ഉത്ബുദ്ധരാക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തപ്പോൾ അത് നമുക്ക് പൊതുഭാവത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താനുള്ള ഊർജമായി ഭവിച്ചു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഇങ്ങനെ ആദർശരംഗത്തുള്ള വിവിധങ്ങളായ വിലാസങ്ങളെ ഭൗതിക പ്രസ്ഥാനം എന്ന പേരിൽ കമ്മ്യൂണിസം, സോഷ്യലിസം തുടങ്ങിയ നല്ല ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് മറവിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സൃഷ്ടാവിനെക്കുറിച്ചുള്ള നിരാസവും അതുപോലെ മതങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുമൊക്കെ ചിലർ കടത്തിക്കൂട്ടാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പുരോഗതി അല്ലെങ്കിൽ വ്യാപനം അത് മത ആശയങ്ങൾക്ക് എതിരാകുമെന്ന ആ വിഷയം ജനങ്ങളെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഉസ്താദ് ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന പേരിൽ ഗ്രന്ഥമെഴുതുകയും അതിലൂടെ നമ്മുടെ ജനതയെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തു എന്നതും നമുക്ക് ഇന്ന് അറിയുന്നതാണ്. 1946 ഉസ്താദിന് ഏകദേശം 23 വയസ്സുള്ളപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി മെമ്പറായി ഉസ്താദ് വരുന്നത്. പക്ഷേ ഉസ്താദിൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം, തൊട്ടടുത്ത് പടന്നയിൽ സമസ്തയുടെ സാബക സെക്രട്ടറി ബാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ അവിടെ സേവനം ചെയ്തിരുന്നു. പിന്നീട് ഉസ്താദ് തളിപ്പറമ്പിൽ വന്നപ്പോൾ അതിൻ്റെ പരിസരത്തും മഹാനവറുകളുണ്ടായിരുന്നു. അപ്പോൾ പ്രായം കൊണ്ട് നല്ല വ്യത്യാസമുണ്ടെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് ആശയ സംവേദനം നടത്തുകയും അവരിൽ നിന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പാഠങ്ങൾ നുകർന്നെടുക്കുകയും ചെയ്ത ഉസ്താദ് 1951 ഈ പൊതുജന വിഭാഗത്തിനു വേണ്ടി മതവിദ്യാഭ്യാസം കൃത്യമായി കിട്ടുന്നതിന് ഒരു സിസ്റ്റമാറ്റിക് സംവിധാനം വേണം എന്ന നിർബന്ധ ബുദ്ധിയിൽ അതിനെക്കുറിച്ച് നമ്മുടെ അൽബയാൻ മാസികയിൽ ലേഖനം എഴുതുകയും അതേ 1951 തന്നെ നടന്ന 19ാം സമസ്തയുടെ വാർഷിക സമ്മേളനത്തിൽ അതൊരു തീരുമാനമായി പുറത്തേക്ക് വരികയും ആ വർഷം തന്നെ നവംബർ ആകുമ്പോഴേക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ രൂപീകരണവും അതിൻ്റെ പ്രഥമ തീരുമാനവും വന്നു കഴിഞ്ഞിരുന്നു. വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് വളരെ പരിചിതമായ ഒരു പേരാണെങ്കിലും അത് തികച്ചും വളരെ വിപ്ലവകരമായ
ഒരാശയത്തിൻ്റെ തുടക്കമായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ ഉസ്താദിന് കഴിഞ്ഞു വന്നത് വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. 10,000 അല്ലെങ്കിൽ 20,000-ലധികം മദ്രസകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നു. ലക്ഷക്കണക്കിന് കുട്ടികൾ അതിൽ പഠിക്കുന്നു. അത് രാജ്യത്തിൻ്റെയും അതിരുകൾ ഭേദിച്ചുകൊണ്ട് മദ്രസകൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്കിന്നറിയാം. ആ മദ്രസകൾ വന്നപ്പോഴാണ് അതിൽ സേവനം ചെയ്യുന്ന മുഅല്ലിമുകൾ അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ അത് നേരിൽ കണ്ട് അതിനൊരാശ്വാസം വേണമെന്ന നമ്മളിന്ന് വിപുലമായി ചെയ്യുന്ന സാന്ത്വന സേവനത്തിൻ്റെ തുടക്കമെന്ന് പറയാം. ഉസ്താദ് മുഅല്ലിം ക്ഷേമ നിധി എന്ന പേരിൽ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ ആദ്യം ആരംഭിച്ചു. അത് പിന്നീട് നമ്മുടെ പൊതു നേതൃത്വം ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തുകയും ഇന്ന് വളരെ വിപുലമായ രീതിയിൽ നമുക്കത് നടന്നു വരുന്നത് കാണാം. അതൊന്നിച്ച് ഉസ്താദ് ചെയ്ത ഒരു കാര്യമായിരുന്നു. പുറത്തുപോയി പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് സ്കോളർഷിപ്പ് വേണം. അപ്പോൾ അതിനുവേണ്ടി മുതഅല്ലിം സ്കോളർഷിപ്പ് എന്നതും തീരുമാനിച്ച് നടപ്പാക്കുന്നതിനുള്ള സേവനവും ചെയ്തു. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ സെക്രട്ടറിയായും കേന്ദ്ര മുഷാവറയുടെ വൈസ് പ്രസിഡൻ്റായും സേവനം ചെയ്ത് വളർന്ന് അങ്ങനെയാണ് താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം താൻ വഫാത്താകുന്നത് വരെയുള്ള ഒരു നീണ്ട വർഷം ഉസ്താദ് അധ്യക്ഷനായി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷനായി നമുക്ക് സേവന രംഗത്ത് ലഭിച്ചത്. പ്രത്യേകിച്ച് ഇവിടെ നൂറുൽ ഉലമ അഡ്ഡയിൽ എന്ന ഈ പ്രകാശത്തിൻ്റെ താഴ്വര എന്നർത്ഥമുള്ള ഈ നഗരി 1954 രൂപീകരിക്കപ്പെട്ട SYSൻ്റെ തുടക്കൽ മുതലേ ഉസ്താദ് അതിൻ്റെ സജീവ സാന്നിധ്യവും നേതൃത്വവുമായിരുന്നു. മർഹൂം EK ഹസൻ മുസ്ലിയാർ നമ്മുടെ ജിഹ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സിംഹഗർജനമായിരുന്ന ആ മഹാനവരുടെ ജീവിതം, അവരുടെ പദവി അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ വഫാത്തിന് ശേഷം 1983 മുതൽ നീണ്ട 12 വർഷം 995 വരെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സാരഥിയായി നൂറുൽ ഉലമ ഉസ്താദ് സേവനം ചെയ്തു. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചോദിച്ചു. ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ ഉസ്താദ് പറഞ്ഞു, ഞാൻ കാണുന്ന ഏറ്റവും വലിയ സേവനം ഞാൻ പ്രസിഡൻറ്റും എൻ്റെ സെക്രട്ടറിയായി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും പ്രവർത്തിക്കുന്ന മർക്കസ് സഖാവ് സുന്നിയ, അതിൻ്റെ വളർച്ച, അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോൾ അത് നീക്കിക്കൊടുക്കാനൊക്കെ വളരെ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് വിജയത്തിന് മുന്നോട്ട് പോകുന്നു എന്നത് ഞാൻ ആ കാലത്ത് നടത്തിയ സേവനങ്ങൾ ഏറ്റവും പ്രധാനമായി കാണുന്നു എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഉസ്താദ് പറഞ്ഞത് ഞാനിവിടെ ഓർക്കുകയാണ്. അതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിവിധ സ്ഥാപനങ്ങൾ കടന്നു വന്ന് വഫാത്താകുന്നവരുള്ള ആ പ്രവർത്തനം നടത്തിയതിലൂടെ ആദർശരംഗത്തും അതുപോലെ പ്രസ്ഥാന രംഗത്തും അതോടൊപ്പം തന്നെ അക്കാഡമിക രംഗത്തും ഉസ്താദ് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം മഹാനവറുകളെ വേർതിരിച്ചുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ചരിത്ര വീക്ഷണവും ചരിത്ര അന്വേഷണവും. ചരിത്രത്തെ വായിക്കുക, അത് കേവലം കേരളത്തിൻ്റെ ചരിത്രമല്ല, ഇന്ത്യയുടെ ചരിത്രമല്ല, ലോക ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തെന്നിപ്പോകുന്നത് എവിടെ, ഇസ്ലാമിൻ്റെ പാതയിൽ തെന്നിപ്പോകുന്നത് എവിടെ എന്ന് പറയുകയും അതാത് കാലത്ത് നമ്മുടെ നേതൃത്വത്തിൽ വരുന്ന പത്ര പ്രസിദ്ധീകരണങ്ങളിൽ അത് എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അവസാനം വന്ന മുല്ലപ്പൂ വിപ്ലവത്തിനെതിരെ വരെ അതിനകത്തുള്ളൊരു സന്തോഷ വാർത്തയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ റിസാലയിൽ ഉസ്താദ് എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിശാലമായ വീക്ഷണത്തോടു കൂടിയുള്ള ആ ഉസ്താദിൻ്റെ വിയോഗം നമുക്ക് താര നഷ്ടമാണ്. അവരുടെ പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഒറ്റ വാക്കുകൂടി നൂറുൽ ഉലമയുടെ നാവിൽ നിന്ന് എപ്പോഴും സന്തോഷത്തോടെ ഒരു നിങ്ങളൊക്കെ അവരുടെ പിന്നിൽ നിൽക്കണമെന്ന പ്രചോദനത്തോടെ നമ്മൾ കേൾക്കാറുള്ള 2 മഹൽ വ്യക്തിത്വങ്ങളുടെ പേരുകളാണ്. ഒന്ന് എപ്പോഴും സുൽത്താനുൽ ഉലമ ഉസ്താദിനെക്കുറിച്ച് അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, അവർക്ക് വേണ്ടി അവരുടെ പിന്തുണയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. മറ്റൊന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അവർ അന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പലപ്പോഴും കാസർഗോഡ് നിന്ന് തളങ്കര കഴിഞ്ഞ് സയദയിൽ വന്ന് സയദയുടെ കുതുബ്ഖാനയിൽ വന്ന് കിതാബ് നോക്കുന്ന വിദ്യാർത്ഥിയാണ്. അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറയുകയും കാണുമ്പോഴൊക്കെ ദുആ ചെയ്ത് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ ഓർക്കുകയാണ്. മഹാനരായ ഉസ്താദിൻ്റെ ആ വലിയ ആത്മീയ ഭാവം, ടൈം മാനേജ്മെൻറ്റ്, സമയത്തെത്തുക, സമയത്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും സമയത്ത് ചെയ്യും. വെറുതെ ചെയ്യാൻ അവസരമുണ്ട്, പ്രവർത്തിക്കാൻ അവസരമുണ്ട്, യാത്ര ചെയ്യാൻ അവസരമുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തിയ ആ വഹാ മനീഷി മാതൃകാ സ്ഥാപനമായ ജാമിയ സയദിയ പോലുള്ള സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത
അവരുടെ ആ ഔന്നത്യം അള്ളാഹു കൂടുതൽ ഉയരത്തിലാക്കുമാറാവട്ടെ. ആ നൂറിൻ്റെ വെളിച്ചം, ഈമാനിൻ്റെ വെളിച്ചം നമുക്ക് കൂടി അള്ളാഹു പകർന്നു തരുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.